ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന വഴിയിൽ മുഴുവൻ ആളുകളെ കാണുമായിരുന്നു. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ്. ഇപ്പോൾ ഇന്ന് കൊല്ലമുണ്ട്, കോഴിക്കോടുള്ളവരുണ്ട്, മലപ്പുറമുള്ള സഹാക്കളുണ്ട്. ഞങ്ങൾക്ക് മുകളിലേക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഞങ്ങൾക്ക് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഞങ്ങൾ മുണ്ടക്കയിലെത്തി. അവിടെ ഞങ്ങൾക്കൊരു സോൺ തന്നിട്ടുണ്ട്. ആ പ്രത്യേക സോണിൽ ഞങ്ങളുടെ ഈ ടീം, ഞങ്ങളുടെ കൂടെയുള്ള ഈ ടീം ആ പ്രത്യേക സോണിലുണ്ടായിരിക്കും. അതായിരിക്കും ഞങ്ങൾക്ക് അവർ കർശനമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ബോഡി പാർട്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി പാർട്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ബോഡി പാർട്സ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ ആദ്യം ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും വീടുകളിൽ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുമാണ് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വളരെ ഇത് തന്നെയാണ് പൂജ. ആളുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം നമ്മൾ വരുമ്പോൾ ഇവിടെ പേടിച്ചാണ് നിന്നിരുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഇത് അട്ടമലയിലെ ആ പ്രദേശത്തുള്ള ഒരു തെരച്ചിൽ കൂടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് അപ്പുറത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അട്ടമലയിലും സൂചിപ്പാറ മേഖലയിലും കുറച്ചുകൂടി കാര്യമായ ഒരു തെരച്ചിൽ നടത്താം എന്നുള്ള ഒരു വിധത്തിലാണ് ഇന്ന് കാര്യങ്ങളുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, തകർന്നു നിൽക്കുന്ന വീടുകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എല്ലാം എന്തായിരുന്നു പണ്ടൊരു നാട്, അത് എങ്ങനെ എത്രമാത്രം തുടച്ചു നീക്കപ്പെട്ടു. അതിനൊക്കെ അപ്പുറത്ത് ഒരിക്കൽ കൂടി ആ അവശിഷ്ടങ്ങളിൽ നാമാവശേഷരായി തീർന്ന മനുഷ്യരിൽ എന്തെങ്കിലും, അജ്ഞാതരായി നിൽക്കുന്ന മനുഷ്യരിൽ ഒരാളെയെങ്കിലും തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാനുള്ള ഒരു ശ്രമം കൂടി എല്ലാവരും ചേർന്ന് നടത്തുകയാണ്. തീർച്ചയായും അങ്ങനെയുള്ള ശ്രമങ്ങളാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നത്.